സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല. അത് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയാണ് മിഖൈല ബെൻഹോസ്. മിഖൈല ആരാണെന്നല്ലേ? വീൽചെയറിൽ ആകാശം തൊട്ട 32കാരി. ഇത് ഒരു ചരിത്ര നിമിഷമാണ്. വീൽചെയറിലിരുന്ന് ഒരാൾ ബഹിരാകാശ യാത്ര നടത്തിയിരിക്കുന്നു. പരിമിതികളിൽ ജീവിക്കുന്ന ഒരുപാട് പേർക്ക് പ്രചോദനമായിരിക്കുന്നു. മിഖൈല എന്ന ജർമ്മൻകാരി എഞ്ചിനീയർ വീൽചെയറിലാവുന്നത് 7 വർഷം മുമ്പാണ്. മൗണ്ടൻ ബൈക്കിങ്ങിനിടെയുണ്ടായ ഒരു അപകടം. അതുവരെ പൂമ്പാറ്റയെ പോലെ പാറി നടന്ന മിഖൈലയുടെ ചിറകറ്റ നിമിഷം. പക്ഷേ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കാൻ ആ മാലാഖ കുട്ടി തയ്യാറായില്ല. ഇപ്പോൾ മിഖൈലയുടെ എക്കാലത്തെയും വലിയ സ്വപ്നമായ ബഹിരാകാശ യാത്ര സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു. ശനിയാഴ്ച വെസ്റ്റ് ടെക്സസിൽ നിന്നാണ് മറ്റ് 5 യാത്രക്കാർക്കൊപ്പം മിഖൈല ബഹിരാകാശത്തേക്ക് കുതിച്ചത്. ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസിന്റെ ഉടമസ്ഥതയിലുള്ള ബഹിരാകാശ കമ്പനിയാണ് ബ്ലൂ ഒറിജിൻ. ബ്ലൂ ഒറിജിന്റെ ന്യൂ ഷെപ്പേർഡ് റോക്കറ്റിലായിരുന്നു മിഖൈലയുടെയും കൂട്ടരുടെയും യാത്ര. 105 കിലോമീറ്റർ അകലെ ഭൂമിയുടെ അന്തരീക്ഷത്തിനും ബഹിരാകാശത്തിനും ഇടയിലുള്ള അതിർത്തിയായ കർമ്മൻ രേഖ തൊട്ട ഒരു സഞ്ചാരം. 10 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന ഒരു യാത്ര. പക്ഷേ ആ 10 മിനിറ്റ് യാത്ര മിഖൈലയ്ക്ക് സമ്മാനിച്ചതാകട്ടെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന മറ്റാർക്കും ലഭിക്കാത്ത ഒരു സുവർണ അനുഭവവും. എല്ലാ ഭാരവും ഭൂമിയിൽ ഉപേക്ഷിച്ച് ആകാശത്ത് മാലാഖയായി അവൾ പാറിപ്പറന്നു. ആവേശം മൂത്ത ഒരു ഘട്ടത്തിൽ തലകുത്തി മറിയാനും ഒരു ശ്രമം നടത്തി. ആവേശം പകരാൻ കൂടെയുള്ള 5 പേരും. Oh yeah, look at this. Planet Earth. Oh my goodness. Incredible. Okay, I'm gonna do this. Oh my goodness. You can't kind of see the dome line. Yes. It is I'm getting magnificent. used to this. I could hang out up here. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്കും ബഹിരാകാശ യാത്ര സാധ്യമാക്കുക എന്ന വലിയ ലക്ഷ്യമാണ് ബ്ലൂ ഒറിജിനുള്ളത്. അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഇതിലൊരുക്കിയിട്ടുണ്ട്. 7 നില ഉയരമുള്ള റോക്കറ്റിലേക്ക് കയറാൻ ലോഞ്ച് പാഡിൽ ലിഫ്റ്റ് അടക്കമുള്ള സൗകര്യങ്ങൾ. മുൻ സ്പേസ് എക്സ് എക്സിക്യൂട്ടീവ് ഹാൻസ് കോയിനിക്മാനും യാത്രയിലുണ്ടായിരുന്നു. മിഖൈലയുടെ യാത്ര സ്പോൺസർ ചെയ്തതടക്കമുള്ള സഹായങ്ങളൊക്കെ ചെയ്തത് അദ്ദേഹമായിരുന്നു. മനസ്സിനെ ഏറ്റവും തണുപ്പിച്ച അനുഭവം. അതാണ് യാത്രയെക്കുറിച്ച് മിഖൈലയ്ക്ക് പറയാനുള്ളത്. സ്വപ്നങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കരുതെന്ന് അവർ ലോകത്തോട് വിളിച്ചു പറയുന്നു. I was like a very sporty person, so I did like a lot of mountain biking, snowboarding. Obviously life changed a lot after my accident, and I really figured out how inaccessible our world still is. So I met Hans the first time online on LinkedIn. Yeah, I just asked him, like, you worked for so long for SpaceX. Do you think that people like me can be astronauts? And then he reached out to Blue Origin, and thankfully it turned out we can do it. ശാരീരികമായ പരിമിതികളൊന്നും നമ്മുടെ സ്വപ്നങ്ങൾക്ക് തടസ്സമാകുന്നില്ല. നമ്മൾ ഒരു കാര്യം വേണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ അത് നടത്താൻ ഈ ലോകം തന്നെ കൂടെ ഉണ്ടാകും എന്നത് വെറും വാക്കല്ലെന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നു.